ആയില്ല. നമസ്കാരം. ഇതാണ് കണ്ണൂർ സബ് ജയിൽ റോഡിലുള്ള പുലരി റെസ്റ്റോറന്റ്. വെറൈറ്റി ഫിഷ് വിഭവങ്ങൾ കിട്ടുന്ന തിരക്കേറിയ ഹോട്ടൽ. ഇവിടുത്തെ മീൻ പൊരിക്കുന്നതിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നല്ലപോലെ വെളിച്ചെണ്ണയും മസാലയും ചേർത്ത് ഏറെ നേരം തവയിലിട്ട് ഫ്രൈ ചെയ്താണ് ഇത് തയ്യാറാക്കുന്നത്. ആവശ്യക്കാർ വരുമ്പോൾ വീണ്ടും ചൂടാക്കി കൊടുക്കുന്നതിനാൽ ഫിഷിനൊക്കെ നല്ല ഫ്രഷ് ഫീൽ ഉണ്ടാവും. രാവിലെ 7 മണി മുതൽ രാത്രി 11 മണി വരെ പ്രവർത്തിക്കുന്ന ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ 20-ലധികം വിഭവങ്ങളുണ്ടാവും. കൂന്തൽ, കല്ലുമക്കായ, മാന്ത, ചെമ്മീൻ തുടങ്ങിയ ചെറിയ ഐറ്റങ്ങൾക്ക് പുറമെ വലിയ വിഭവങ്ങളായ ഐക്കൂറ റെഡ് ചില്ലി, ഐക്കൂറ ചുട്ടരച്ചത്, ആവോലി റെഡ് ചില്ലി, അങ്ങനെ ഇവരുടെ തന്നെ സ്പെഷ്യലായ ചില വിഭവങ്ങളും ഇവിടെയുണ്ട്. പുലരി റെസ്റ്റോറൻറ്റിലെ മീൻ പൊരിക്കുന്നതും മറ്റ് വിശേഷങ്ങളും നമുക്കൊന്ന് നോക്കാം. आधा घंटा बैठने बोलो. आया काली मकाई रोज बोलो काली मकाई फ्राई आइल बाबू कड़ी पत्ता लिया नहीं यार.
ഫുഡ് ആൻഡ് മൂവി ഇപ്പോഴുള്ളത് കണ്ണൂർ സബ് ജയിൽ റോഡ്. ഈ റോഡിന് പറയുക സബ് ജയിൽ റോഡാണ്. തൊട്ടടുത്താണ് സബ് ജയിൽ. അതിൻ്റെ മുന്നിൽ പുലരിൻ്റെ മുന്നിലാണ് ഉള്ളത്. 23 വർഷമായി ഈ പുലരി ആരംഭിച്ചിട്ട് ചെറിയ തോതിലൊരു കഞ്ഞിപ്പിടിയെ തുടങ്ങിയതാണ് പുതിയ സ്റ്റാൻഡ്. പിന്നെ അത് വളർന്നപ്പോൾ പിന്നെ ഇന്നത്തെ പുലരിയായി. തൊട്ടടുത്ത് അവർക്ക് അനക്സ് ഉണ്ട്. അത് അറേബ്യൻ ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ ഇല്ലാത്തത് ഐറ്റംസ് ഒന്നുമില്ല സാർ, എല്ലാമുണ്ട്. ചെമ്പല്ലി റെഡ് ചില്ലി, അയക്കൂറ റെഡ് ചില്ലി, പിന്നെ കൂന്തൽ മസാല, കൂന്തൽ പൊരിച്ചത്, ചെമ്മീൻ പൊരിച്ചത്, അയില പൊരിച്ചത്, ആവൂലി പൊരിച്ചത്, പിന്നെ മട്ടൺ സ്റ്റൂ, എഗ് സ്റ്റൂ, 10-30 ഐറ്റംസ് ഉണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ 10-30ഓളം ഐറ്റംസ്. അപ്പോൾ ഊഹിക്കാമല്ലോ നിങ്ങൾക്ക് അതിൻ്റെ രുചിയുടെ. ഭക്ഷണപ്രിയരുടെ ഒരു പ്രിയപ്പെട്ട സ്ഥലമായി പുലരി മാറിക്കഴിഞ്ഞു. ഈ പുലരി വളരെ ഫേമസ് കൂടിയാണ്. ഇവിടെ ഉച്ചക്ക് 11 മണിക്ക് തുടങ്ങുന്ന ഭക്ഷണമാണ്. പിന്നെ അത് 5 മണി വരെ ഉണ്ട്. പിന്നെ 6:30 മണിക്ക് വീണ്ടും തുടങ്ങുന്നു. പിന്നെ രാത്രി 11 മണി വരെ ഉണ്ടാവും മിക്കവാറും. പിന്നെ ഞായറാഴ്ച ഒഴിവില്ല. പല ഹോട്ടലുകളും ഞായറാഴ്ച ഒഴിവാണ്. ഇത് അങ്ങനെ ഒഴിവ്. ഇപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ തിരക്കിൻ്റെ ഒരു ചാകരം നമുക്ക് കാണാൻ ഇവിടെ. അതേപോലെ രുചി പെരുമയും അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഫുഡ് ആൻഡ് മൂവി എങ്ങനെയുണ്ട്. ഇത് പിന്നെ ഞായറാഴ്ചത്തെ സൺറൈസ് നോൺ വെജിലെ സദ്യ. ഇതെന്ത് പിന്നെ അങ്ങനെ അയിലക്കറിയാണേ. അയിലക്കറി ഇത്ര വലിയൊരു പിന്നെ പാത്രത്തിലാണ് അയില. പിന്നെ ഇത് പച്ചക്കറി, പരിപ്പ് കറി. ഇതാണ് നമ്മൾ ഇത് നമ്മൾ പറഞ്ഞത് ചെമ്പല്ലി റെഡ് ചില്ലി, ആവോലി റെഡ് ചില്ലി,
അയക്കൂറ റെഡ് ചില്ലി 500 രൂപ വരും ഇത് ഒരു പീസ്. എല്ലാം 500. ഇതിന് 500 അല്ലേ? ഇത് 600. 450. 450 റുപ്പീസ്. ഇത് പിന്നെ അയക്കൂറ. അയക്കൂറ തവ അയക്കൂറ റെഡ് ചില്ലി എന്നും പറയും അല്ലേ? നമ്മളെത്ര ഒരു 23 കൊല്ലമായി. 23 കൊല്ലമായി. ആദ്യം പുതിയ ബസ് സ്റ്റാൻഡിന് ചെറിയ തോതിൽ കഞ്ഞിപ്പിടി തുടങ്ങി. കഞ്ഞിര തുടങ്ങിയത് വേറെ ആളെടുന്ന് അപ്പോഴേ ഈ പേര് അല്ല, നമ്മൾ കഞ്ഞിപ്പിടി പുതിയതായി തുടങ്ങിയതാണ്. പർശ്വത്തപ്പം ഹോട്ടൽ അച്ഛനാണ് തുടക്കം. അച്ഛനായി. ഇപ്പം നിങ്ങൾ 3 പേര്? 4 ആളുള്ളത്. 4 ആൾ. എല്ലാവരും ബ്രദേഴ്സ്? എല്ലാ ബ്രദേഴ്സ്. ഈ എല്ലാ സ്പെഷ്യലേ ഉള്ളൂ. സ്പെഷ്യലേ ഉള്ളൂ. ചെമ്പല്ലി റെഡ് ചില്ലി, അയക്കൂറ റെഡ് ചില്ലി, അത് പിന്നെ ആവോലി റെഡ് ചില്ലി, ഇതെല്ലാം സ്പെഷ്യൽ. പിന്നെ കല്ലുമ്മക്കായ് പൊരിച്ചത്, പിന്നെ കൂന്തൽ പൊരിച്ചത്, ചെമ്മീൻ പൊരിച്ചത്, അയില പൊരിച്ചത് എല്ലാം ഉണ്ട്. മട്ടൺ ഇഷ്ടമുണ്ട്, എഗ് ഇഷ്ടമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ 10-25 ഡിഷ് വരും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് 30 ഡിഷ് വരും. 11 മണിക്ക് തുടങ്ങും. 11 വരെ ഉണ്ടാവും. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ലഞ്ച് സ്റ്റാർട്ട് ആവും. എത്ര മണിക്ക്? ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ആവും. ഒരു 7 മണി 7:15 ഐറ്റംസ് റെഡിയാവും. ലഞ്ച് എത്ര മണി റെഡിയാവും? ലഞ്ച് 11 തുടങ്ങി എത്ര മണി വരെ ഉണ്ടാവും? വൈകുന്നേരം 5 മണി വരെ. പിന്നെ 6:00 തുടങ്ങും. ഓഹോ. എത്ര മണിക്ക് അടയ്ക്കും രാത്രി? ഇവിടെ 10 മണിക്ക് ക്ലോസ് ആണ്. അപ്പുറത്ത് നമുക്ക് വേറെ ഹോട്ടലുണ്ട്, കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ബിരിയാണി. AC നോൺ AC ആയിട്ടുള്ള അവിടെ സ്പെഷ്യലായിട്ടും നിർവ്വാണം അങ്ങനത്തെ കുറച്ച് വലിയ ഡിഷും കാര്യങ്ങളും, വലിയ മീൻ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. അതിപ്പോൾ പുതിയ ഹോട്ടൽ 3 വർഷമാകുന്നു. തൊട്ടപ്പുറം അത് ഇവരെ തന്നെയാണ്. AC നോൺ AC ആയിട്ട്.